വീട്ടിലിരുന്നോണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങള്? നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, കറക്റ്റ് അളവുകൾ അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുള്ള് കണ്ടോളൂ. ബീട്രൂട്ട് സോപ്പ് നമുക്ക് സിമ്പിളായി വീട്ടിൽ മേക്ക് ചെയ്യാം. ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആണ് കേട്ടോ നമ്മൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 kg സോപ്പ് ബേസിലാണ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈസിലുള്ള ബീട്രൂട്ട് മതിയാവും കേട്ടോ. ഒരുപാട് ബീട്രൂട്ട് ഒന്നും നമുക്ക് സോപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് അളവിന് തന്നെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ചിലർ വിചാരിക്കുന്നുണ്ട് ഒരുപാട് നമ്മൾ സോപ്പിലേക്ക് ബീട്രൂട്ടും അതുപോലെ തന്നെ ഓരോ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഗുണം കിട്ടുന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് കറക്റ്റ് അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. നമ്മൾ അളവിലും കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സോപ്പിന് കട്ടി ഉണ്ടാവില്ല, ചിലപ്പോൾ പത ഉണ്ടാവില്ല, നമ്മുടെ സോപ്പിന് ഓരോ ഇഷ്യൂസ് വരും. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട. നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ 1 kg അളവ് ഞാനിവിടെ പറഞ്ഞു തരാം. അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീട്രൂട്ട് കഴുകിയെടുത്ത് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ്. ഇനി നമുക്ക് നല്ല രീതിയിൽ ഇത് മിക്സിയിലിട്ട് അടിച്ച് കൊണ്ടുവരാം കേട്ടോ. നല്ല പേസ്റ്റ് ആക്കി നമുക്ക് അടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ദേ ഈ പരുവത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഡയറക്റ്റ് നമ്മുടെ സോപ്പ് ബേസിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജ്യൂസാണ് എടുക്കാറുള്ളത്, പക്ഷെ നമ്മൾ ഇത്തവണ ബീട്രൂട്ട് ഫുള്ളായിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു സോപ്പ് ബേസിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ഗ്ലിസറിൻ്റെ പ്രീമിയം ക്വാളിറ്റി ബേസാണ്. നമ്മൾ ബാറിലല്ലേ ചെയ്യാറുള്ളത്, ഇത് പ്രീമിയം ക്വാളിറ്റി ബേസ് തന്നെയാണ് കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് ഉള്ള ബേസാണ്. SLS ഫ്രീ ആയിട്ടുള്ള ബേസാണ് കേട്ടോ. അപ്പോൾ ഈ ബേസ് കുറേ പേര് ഇപ്പോൾ പുതിയതായിട്ടുള്ള അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. അപ്പോൾ നല്ല ബേസാണ്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കാം. കുറേ പേർക്ക് ഇപ്പോഴും ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുക. ഒരു പാത്രത്തിൽ നല്ലപോലെ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് നിങ്ങൾ അതിലേക്ക് ബേസ് വെച്ച പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബേസൊക്കെ നല്ല രീതിയിൽ നമുക്ക് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ സോപ്പ് ഉണ്ടാക്കുമ്പോൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സോപ്പിന് ഫംഗസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ചിലർ ചേർക്കാറില്ല, പക്ഷെ നമുക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സോപ്പ് ബേസിൽ ബീട്രൂട്ട് ചേർത്തിട്ടുള്ളത് 50 ഗ്രാമാണ് കേട്ടോ. 50 ഗ്രാമിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ കൂടാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പിന് കട്ടിയൊന്നും ഉണ്ടാവില്ലേ. അപ്പം 50 ഗ്രാം തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പ്രിസർവേറ്റീവ് നമുക്കൊരു 5 ml ആണ് കേട്ടോ 1 kg ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിന് ഒരു 5 ml ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വൈറ്റമിനിയുടെ ഓയിൽ ഒരു 6 തുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും ആൽമണ്ട് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ കാസ്റ്റർ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രാഗ്രൻസ് ഒരു 20 ml ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ മിക്സാക്കി ഇനി നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ പിയേഴ്സ് മോൾഡാണ്, 100 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഓരോ മോൾഡിലും 100 ഗ്രാമിനെക്കാട്ടും കൂടുതൽ കിട്ടും കേട്ടോ. ഒരു 105 ഗ്രാം, 107, 110 ഗ്രാം വരെ നമുക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് കറക്റ്റ് ഇതിൽ 1 kg 10 സോപ്പാണ് 100 ഗ്രാമിൻ്റെ ആണെങ്കിൽ കിട്ടുക. പക്ഷെ നമുക്കിതിൽ വെയിറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു 9 സോപ്പ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിതിൽ ഞാനിതിൽ ഫുള്ളാക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ 100 ഗ്രാമിനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സോപ്പോ അല്ലെങ്കിൽ സോപ്പ് മേക്കിംഗ് കിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എവിടേക്ക് വേണമെങ്കിൽ അയച്ചു തരുന്നതാണ്. ഓയിലി സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ സോപ്പ്. അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ചിട്ട് നിങ്ങൾ സോപ്പ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ നമ്മൾ ഓയിലി സ്കിന്നിൻ്റെ സോപ്പ് തന്നെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇപ്പോൾ ഓയിലി സ്കിന്നിൻ്റെ സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആയിരിക്കും. സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം, നിങ്ങൾക്ക് എല്ലാ സോപ്പും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, അപ്പോൾ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം സോപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ സോപ്പ് എല്ലാം മോൾഡിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫ്രഷ് ആയിട്ട് ബീട്രൂട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. കറക്റ്റ് നമ്മുടെ ആ ബീട്രൂട്ടിൻ്റെ റെഡ് കളറ് നമുക്ക് കിട്ടില്ല. കറക്റ്റ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ കിട്ടുക. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കളർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഓരോ സോപ്പുകളും നോക്കിയേ
107 ഗ്രാം 105 ഗ്രാമൊക്കെയാണ് കേട്ടോ വരുന്നത്. 100 ഗ്രാമിനേക്കാട്ടും കൂടുതലുണ്ട് നമ്മുടെ ഓരോ സോപ്പുകൾ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നുകാരും അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാരും സെൻസിറ്റീവ് സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരൊക്കെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നനുസരിച്ചിട്ട് സോപ്പ് വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കവർ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ സോപ്പ് മേക്കിംഗ് കിറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടും സോപ്പ് ചെയ്യാവുന്നതാണ്. ബേസ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ആയിട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ സോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നും ഞാൻ പറയുന്നതാണ്, പക്ഷെ ഇപ്പം നമ്മുടെ കുറച്ചിടെയായിട്ട് വീഡിയോസൊക്കെ ഭയങ്കര ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നിലോട്ട് പോകാനുള്ള ഒരു പ്രചോദനം തന്നെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പും അടിച്ച് വിട്ടാൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനപ്പോൾ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും ഒക്കെ കുറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എന്നും വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരാണ് നമ്മുടെ വിജയം തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.